ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ സച്ചിയുടെ നിരപരാധിത്വം ഒക്കെ തിരിച്ചറിയാണ് ചന്ദ്ര. അങ്ങനെ സച്ചിയെ കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് ചന്ദ്ര. എന്നിട്ട് സച്ചിയോട് മാപ്പൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ റൂം പണിയുന്നതിൻ്റെ ബഹളത്തിൽ അങ്ങ് അടിച്ചു പിരിയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ മഹിമയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കളിക്കുന്നുണ്ട്. മഹിമ 5 ലക്ഷം രൂപ തരാമെന്ന് അവിടെ വന്ന് പറയുകയാണ്. മഹിമയ്ക്ക് തന്നെ അറിയാം ഇത് സച്ചി സ്വീകരിക്കില്ല എന്ന്. എന്നിട്ടും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അത് പറഞ്ഞ് സച്ചിയും സുധിയും തമ്മിൽ അടുപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. അങ്ങനെ മഹിമ വന്നിട്ട് 5 ലക്ഷം രൂപ തരാമെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് ആ പണം വേണ്ട. അച്ഛൻ്റെ അഭിമാനത്തിന് കോട്ടം സംഭവിക്കുന്ന ഒന്നും ഇവിടെ നടക്കാൻ പാടില്ല. അച്ഛൻ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട് ഈ പണവുമായിട്ട് ഇങ്ങോട്ട് വരരുതെന്ന്. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ പണം കൊണ്ടുവന്നത്? അപ്പം മഹിമ പറയാണ്, ഇത് വർഷയുടെ കൂടെ വീടല്ലേ, അപ്പോൾ വർഷയ്ക്ക് ഞങ്ങളൊരു സമ്മാനം നൽകുന്നതായിട്ട് കരുതിയാൽ മതി. ഇവിടെ റൂം പണിയാൻ പോകുമ്പം അതിനായിട്ടുള്ള പണം ആവശ്യമല്ലേ, അതുകൊണ്ടാണ് ഇത് കൊണ്ടുവന്നത് എന്ന് പറയുക. അപ്പോഴേക്കും ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട്, ശരിയാ, ആ പണം കിട്ടിയാൽ നമുക്ക് ലോണൊന്നും എടുക്കാതെ കാര്യം കഴിക്കാമല്ലോ, വെറുതെ എന്തിനാ ലോണൊക്കെ എടുത്ത് പണം കളയുന്നത്, അത് നല്ല കാര്യമാണ് ആൻറ്റി എന്ന് പറയുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്ത് നല്ല കാര്യം, ഇവിടെ റൂം പണിയണമെങ്കിൽ ഇവരുടെ പണത്തിൻ്റെ ആവശ്യമില്ല, അല്ലാതെ ഉണ്ടാക്കുന്ന പണം കൊണ്ട് വീട് പണിതാൽ മതി, അല്ലാതെ ഒരു റൂം ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാം. അപ്പോൾ സച്ചിയോട് ശ്രുതി പറയാം, പിന്നെ നിങ്ങൾക്ക് വേണ്ട, നിനക്കൊക്കെ റൂം പണിയാൻ പോകുന്നവരെ വല്ലതും പറഞ്ഞാൽ മതിയല്ലോ, ചെറ്റക്കുള്ളിൽ കിടക്കുന്നതൊക്കെ, എന്നാൽ പോയി പിരിവെടുക്കുക നാട്ടുകാരോട്, എന്നിട്ട് നീ റൂം പണിയേ, അല്ല നിൻ്റെ സ്വന്തം പണം കൊണ്ട് പണിയേ. ഇതിപ്പോൾ വർഷയുടെ അമ്മ ഇത് കൊണ്ട് തന്നത് അത്ര മോശമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം. അപ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വന്നിട്ട് സച്ചി ശ്രുതിയുടെ കഴുത്തിന് കുത്തി പിടിക്കുക. എന്നിട്ട് പറയാം, അതെ നീ ഇങ്ങനെ കൂടുതൽ സംസാരിക്കരുത്, അച്ഛൻ ഇവിടെ ആരുടെയും പണം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇവരുടെ ഈ നക്കാപ്പിച്ചയും കൊണ്ട് ഇവരെന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇതിനു മുമ്പും ഇതുപോലെ ഇവർ AC വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ, ഇവരോട് ആരാ AC വാങ്ങി ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞത്? അച്ഛൻ അവരോട് തീർത്ത് പറഞ്ഞല്ലേ AC വാങ്ങണ്ടെന്ന്, പിന്നെ എന്തിനാ അവർ വാങ്ങിക്കൊണ്ട് വന്നത്? അപ്പം നമ്മളെ നാണം കെടുത്തണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഉടനെ ശ്രുതി അവിടെ നിന്നിട്ട് പറയാം, അത് സജിയേട്ടാ, അമ്മ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ, പിന്നെ എന്തിനാ സജിയേട്ടൻ ഇതൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുക. അതെ, നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണെങ്കിൽ അത് നിനക്ക് സ്വർണ്ണമായിട്ടോ തുണിയായിട്ടോ പണമായിട്ടോ ഒക്കെ തരണം, അല്ലാതെ ഈ വീട്ടിലെ മുഴുവൻ ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി തരുമ്പം അത് വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അത് തരുന്നത് കൊച്ചാക്കാനായിട്ടല്ലേ? നിങ്ങളൊക്കെ വലിയ പണമുള്ള വീട്ടിലേ ആയിരിക്കും, ഞങ്ങൾ സാധാരണക്കാരാ. അങ്ങനെയുള്ളവരെ കൊച്ചാക്കാൻ വേണ്ടി ഇങ്ങനെ പണവും തള്ളിപ്പിടിച്ചുകൊണ്ട് ഇവർ വരേണ്ട കാര്യമില്ല. അപ്പോൾ ശ്രുതി പറയാം, അത് എൻ്റെ അമ്മയല്ലേ, ആരുടെ അമ്മയായാലും ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയാം, ഇവനല്ലേലും എന്താ പറയണ്ടാത്തതെന്ന് അറിയില്ല, അതുകൊണ്ട് മഹിമ ഇതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട, എല്ലാവരെയും കടിച്ച് തിന്നാനായിട്ട് ഇറങ്ങിക്കോളും, നാശം പിടിക്കാമെന്ന് പറയാണ്. അങ്ങനെ സുധിയും സച്ചിയും തമ്മിൽ അവിടെ കിടന്ന് അടിപിടിക്കുന്ന കണ്ട് മഹിമയ്ക്കങ്ങ് സന്തോഷമാവുകയാണ്. മഹിമയും അത് തന്നെ ആഗ്രഹിച്ചത്, അവിടെ ഒരു അടിപിടുത്തം ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ മഹിമ അവിടെ ഇരുന്ന് നന്നായിട്ട് അതങ്ങ് ആസ്വദിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് മഹിമ പറയുന്നുണ്ട്, വേണ്ട, ഈ പണം വേണ്ടെങ്കിൽ ഇവിടെ ഞാൻ തരുന്നില്ല, ഞാനിപ്പോൾ ഇതും കൊണ്ട് വന്നത് ഒരു കുറച്ചിലായിപ്പോയി നിങ്ങൾക്കല്ലേ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല ഈ പണം കൊണ്ടുവന്നത്, ഇത് കൊണ്ടുവന്നാൽ ഇവിടെ ഒരു ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചു. രവിചേട്ടൻ ഇനിയിപ്പോൾ ഈ വയസ്സാം കാലത്ത് ലോണൊക്കെ എടുത്ത് ബാധ്യത എടുത്ത് വെക്കണ്ടല്ലോ എന്ന് ഓർത്തു, പണം പിന്നീട് എപ്പോഴെങ്കിലും കിട്ടുമ്പം തിരിച്ചു തന്നാൽ മതിയെന്നും വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ സച്ചി ഇത്രയും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അന്നും ഇതുപോലെ AC സന്തോഷത്തോടെ ഞാൻ വാങ്ങി കൊടുത്തു വിട്ടതാ, അത് ഈ സച്ചി ഒറ്റയ്ക്കല്ലേ തീരുമാനമെടുത്ത് തിരിച്ചയച്ചത്. അതുമാത്രമല്ല, ഫോൺ വിളിച്ച് എന്നെ എന്തെല്ലാം മോശമായിട്ട് സംസാരിച്ചു, അത്രയ്ക്ക് വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പോഴേക്കും ഉടനെ തന്നെ രവി പറയും, മഹിമ അങ്ങനെയൊന്നും പറയണ്ട, സച്ചി അന്ന് അവനെ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞ് അത് തെറ്റ് തന്നെയാണ്, ഞങ്ങളോടെല്ലാം ആലോചിച്ച ശേഷം ഒരു തീരുമാനം അറിയിച്ചാൽ മതിയായിരുന്നു എന്ന് പറയാണ്. അപ്പം അത് തന്നെയാണ് വർഷയും പറയുക, ശരിയാ, സച്ചിയേട്ടൻ എല്ലാ കാര്യത്തിലും സ്വന്തമായിട്ട് തീരുമാനം എടുക്കും, ഈ വീട്ടിലുള്ള മറ്റുള്ളവരോട് ചോദിക്കാതെ. എല്ലാവരോടും ചോദിച്ച് ഒന്നെങ്കിൽ ആ കാര്യം എന്നോട് പറഞ്ഞിരുന്നേ ഞാൻ അമ്മയെ വിളിച്ച് പറയില്ലായിരുന്നോ, ഇല്ലെങ്കിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ, സച്ചിയേട്ടൻ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നേ എന്ന് ചോദിക്കുകയാണ് ശ്രുതി. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, എടി സച്ചിയേട്ടനെ ഇടപെട്ടതൊക്കെ ശരി തന്നെയാണ്, AC ഇവിടെ വേണ്ട, അത് തിരിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്, പിന്നെ ഒരു കാര്യം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല, സച്ചിയേട്ടൻ ചാടിക്കേറി ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുന്നത് അത് ശരിയല്ല എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും സച്ചിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മഹിമയ്ക്ക് അങ്ങ് സന്തോഷമായി, എല്ലാം ഓക്കെ ആയല്ലോ എന്ന് ഓർത്തിട്ട് മഹിമ പറയുകയാണെങ്കിൽ ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുക. അതേസമയം ഇവിടെ നിന്ന് എല്ലാവരും 4 വശമായി. രവിയും പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കരുത്, ഇതെല്ലാവരും കൂടെ താമസിക്കുന്ന വീടാണ്, ഇവിടെ തീരുമാനം എടുക്കുമ്പോൾ എല്ലാവരും കൂടെ തീരുമാനിക്കണം, അല്ലാതെ നീ തന്നെ ഏകകണ്ഠമായിട്ട് തീരുമാനം എടുക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയാം.
അപ്പോൾ സുധിയും പറയും, ശരിയാ, നിനക്കങ്ങനെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ നീ ഈ വീട്ടിൽ താമസിക്കേണ്ട. ഇവിടെ ഇത്രയും പേര് താമസിക്കുന്ന ഞങ്ങളുടെ കൂടി അഭിപ്രായം അറിഞ്ഞിട്ട് വേണം ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ. നിനക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കണമെങ്കിൽ നീ രേവതിയും കൂടി ഇവിടെ നിന്ന് ഇറങ്ങ്, വേറെ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി താമസിക്കുക. നിങ്ങൾ രണ്ടുപേരും കൂടെ താമസിച്ച് തീരുമാനം അങ്ങ് എടുത്തു എന്ന് പറയുമ്പോഴേക്കും ഉടനെ തന്നെ സച്ചി പറയും, ഓഹോ, നിന്റെ പ്ലാൻ കൊള്ളാം. അപ്പം നിങ്ങൾക്കൊക്കെ ഈ വീട്ടിൽ കിടക്കാം, ഞാനും രേവതിയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം അല്ലേ? അല്ലേടാ എന്നൊക്കെ ചോദിച്ചു സുധിയുടെ കഴുത്തിനൊക്കെ കുത്തിപ്പിടിക്കുക, അടിക്കുക ഒക്കെ ചെയ്യുക. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം എന്നെ രേവതി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം നിനക്ക്, അതിനുള്ള പണിയാണ് നിങ്ങളെല്ലാം കൂടെ പയറ്റുന്നതല്ലേ? അങ്ങനെ ഇപ്പം ഞാനും രേവതി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പുകിലും അടിയും ബഹളവും എല്ലാം ആണ് കേട്ടോ. അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മുടെ സച്ചി നന്നായിട്ട് കുടിച്ചിട്ട് വന്ന് ആകെപ്പാടെ സെൻറ്റി അടിച്ച് സച്ചി അവിടെ നിന്ന് പറയുന്നൊക്കെ ഉണ്ട്. ആർക്കും താല്പര്യമില്ല. ഇവിടെയാണെങ്കിൽ 3 റൂം ഉണ്ട്, ഒന്ന് അച്ഛനും അമ്മയും, ഒന്ന് അതുപോലെ മൂത്ത മകൻ സുധിയും അവൻ്റെ ഭാര്യ ശ്രുതിയും, പിന്നെ രണ്ടാമത്തെ മകൻ ശ്രീകാന്തും വർഷയും. അങ്ങനെയൊക്കെ ഉള്ളപ്പം എനിക്ക് മാത്രം റൂമൊന്നുമില്ല. പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. എന്നെ ഈ വീട്ടിൽ ഇവർ നിർത്തിയിട്ടില്ല. ഞാൻ അച്ഛമ്മയുടെ കൂടെ നിന്നാണ് വളർന്നത്. അവിടെ നിന്ന് എനിക്കധികം പഠിക്കാനും പറ്റിയിട്ടില്ല. ഇവർ മറ്റേ 2 മക്കളെയും പഠിച്ച് നല്ല നിലയിലൊക്കെ ആക്കി. ഞാൻ മാത്രം എന്നും ഇങ്ങനെ പുറമ്പോക്ക്. ഇപ്പം വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നിട്ടും എനിക്ക് സ്വന്തമായിട്ടൊരു മുറി ഈ വീട്ടിലില്ല. ഇപ്പം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെൻറ്റി അടിക്കുക. അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട് കേട്ടോ, അതേ സച്ചിയേട്ടാ, ഇനിയിപ്പോൾ ഇതൊന്നും പറയണ്ട, നമുക്ക് എന്തായാലും സ്വന്തമായിട്ടൊരു റൂം പണിയണം. അതിന് ഞാൻ ഇവരെയെല്ലാം വെല്ലുവിളിക്കുക. സച്ചിയേട്ടൻ തന്നെ സ്വന്തമായിട്ട് പണം ഉണ്ടാക്കി ഒരു റൂം പണിയും എന്ന് പറയുക. അപ്പോഴേക്കും ഉടനെ സുധി പറയുക, ഇവൻ കുറേ വെല്ലുവിളിക്കുന്നുണ്ട്. ആദ്യം ഇവൻ്റെ ഭാര്യയ്ക്ക് സ്വർണ്ണമാല വാങ്ങി താലിയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് ഒന്ന് വെല്ലുവിളിച്ചത് അമ്മയോട്. എന്നിട്ട് ഇതുവരെ അവനെ കൊണ്ട് അത് സാധിച്ചില്ല. പിന്നെ അല്ലേ ഇനി സ്വന്തമായിട്ട് റൂം എന്നും ഓരോ വെല്ലുവിളികൾ നടത്തുകയല്ലാതെ എന്തെങ്കിലും നീ ചെയ്യുന്നുണ്ടോടാ എന്നൊക്കെ ചോദിച്ച് സുധി അങ്ങ് സച്ചിയെ കൊച്ചാക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇല്ല, നിങ്ങൾ ഈ പ്രാവശ്യം നോക്കിക്കോണം, സച്ചിയേട്ടൻ എന്തായാലും റൂം പണിതിരിക്കും, അത് ഞങ്ങൾ രണ്ടുപേരും ഉറപ്പ് തരികയെന്ന് പറയാം. അങ്ങനെ ആ പ്രശ്നമൊക്കെ അവിടെ അങ്ങ് കഴിയാണ്. അപ്പോൾ ഇത് നമ്മുടെ രവിക്ക് അങ്ങ് ഭയങ്കര വിഷമാവുകയാണ് കേട്ടോ. അപ്പോൾ രവി ചന്ദ്രയെ വിളിച്ചിട്ട് പറയുകയാണ്, ചന്ദ്രേ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഇപ്പം ഇവിടെ കിടന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നീ കണ്ടില്ലേ? ഇനിയിപ്പോൾ എൻ്റെ കാലശേഷമാണെങ്കിലും ഈ സ്വത്തുക്കൾ നമ്മൾ ഭാഗം വയ്ക്കുമ്പം സ്വത്തുക്കളെല്ലാം 3 മക്കൾക്കും ഒരുപോലെ നീ ഭാഗം വെച്ച് കൊടുക്കണം കേട്ടോ. എനിക്കിനി അധികം നാൾ ഒന്നും ആയുസില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ചന്ദ്ര പറയാം, പിന്നെ നിങ്ങൾ ഇനി വേറെ വല്ലതും പറ. ഇനി എന്താ ഈ സ്വത്തുക്കൾ ഞാൻ 3ആയിട്ട് ഭാഗം വെച്ച് 3 പേർക്കും കൊടുക്കണമെന്നോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല, അതൊരിക്കലും ഉണ്ടാവില്ല. ഒരുത്തൻ ഇന്നലെ ഇവിടെ കിടന്ന ചന്ദ്രഹാസം മുഴക്കുന്ന കണ്ടല്ലോ, അവന് ഞാൻ ഒരു ചില്ലി കാശ് കൊടുക്കുകയല്ല. എനിക്ക് 2 മക്കളേ ഉള്ളൂ, 3 ഇല്ല എന്ന് പറയാം. അപ്പം ഇതൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതിക്ക് അങ്ങ് വിഷമം തോന്നുകയാണ്. അപ്പോൾ വീണ്ടും ചന്ദ്ര പറയുക, നിങ്ങളോട് ഞാൻ പറഞ്ഞേക്കാം, സുധിക്ക് അതുപോലെ ശ്രീകാന്തിന് മാത്രമേ ഞാൻ ഈ സ്വത്തിൻ്റെ വീതം കൊടുക്കുള്ളൂ. സച്ചി അവൻ എൻ്റെ മകനല്ല, അതെന്നേ ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട്. അവന് ഞാൻ ഒരു ചില്ലി കാശ് പോലും ഇവിടുന്ന് കൊടുക്കുകയില്ല, അതോർത്ത് നിങ്ങൾ ഇരിക്കുകയും വേണ്ട എന്നൊക്കെ പറയാണ്. ചന്ദ്രേ, നീ അങ്ങനെ സച്ചിയെ ഒഴിവാക്കല്ലേ എന്ന് പറയാണ് രവി ഭയങ്കര നിസ്സഹായ അവസ്ഥയില്ല. അപ്പം ചന്ദ്ര പറയാണ്, ഇല്ല, നിങ്ങൾ ഈ കാര്യം എന്നോട് പറയണ്ട. സച്ചിക്ക് ഞാൻ ഒരു തുണ്ട് ഭൂമിയോ ഒരു ചില്ലി കാശോ കൊടുക്കാൻ പോകുന്നില്ല, അവൻ എൻ്റെ മകനല്ല എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ് ചന്ദ്ര. അപ്പോൾ ഇത് നമ്മുടെ രേവതി കേൾക്കുമ്പോൾ രേവതി ആലോചിക്കുക, ഇതെന്താ ഇവർക്ക് 2 മക്കളേ ഉള്ളോ, 3 മക്കളില്ലേ, ഇവരെന്തുകൊണ്ടാണ് സച്ചിയേട്ടനെ ഇങ്ങനെ ഒഴിവാക്കുന്നത്? എപ്പോഴും സച്ചിയേട്ടനെ എല്ലാ കാര്യത്തിലും ഇവരെ ഒഴിവാക്കുകയാണല്ലോ. ഇനി അമ്മയുടെ മോൻ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് രേവതി. എന്നിട്ട് നേരെ ചെന്ന് സച്ചിയുടെ അടുത്ത് ചോദിക്കുക, സച്ചിയേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ? അതെ, നിങ്ങൾ അമ്മയുടെ മോനല്ലേ എന്ന് ചോദിക്കാൻ. അപ്പം സച്ചി ചിരിക്കുക, എന്നിട്ട് പറയാം, എന്താ ഇപ്പം നീ അങ്ങനെ ചോദിക്കാൻ? അവരെ എന്നെയും കൂടെ കണ്ടിട്ട് ഒരു ചേർച്ചയും തോന്നുന്നില്ലേ? അല്ല, അമ്മ എപ്പോഴും പറയുന്നുണ്ട് സച്ചിയേട്ടൻ അവരുടെ മോനല്ല, സച്ചിയേട്ടന് എപ്പോഴും ഒരു വേർതിരിവ്. ഞാൻ വന്ന കാലം തൊട്ട് കാണുന്നതല്ലേ ഇവിടെ, എല്ലാ കാര്യത്തിലും മറ്റു 2 മക്കളെ പോലെ അല്ല സച്ചിയേട്ടനെ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇന്നിപ്പോൾ അച്ഛനോട് പറയുന്നതും കേട്ടു, അവന് എൻ്റെ മോനല്ല, എനിക്ക് 2 മക്കളെ ഉള്ളെന്ന്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ സച്ചിയേട്ടാ? സച്ചിയേട്ടൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ആരാ? ഇവരെടുത്ത് വളർത്തിയതാണോ സച്ചിയേട്ടനെ എന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ സച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാം, എടീ, എന്നെ എടുത്ത് വളർത്തിയതൊന്നും അല്ല, ഞാൻ അമ്മയുടെ മോൻ തന്നെയാണ്. ഞങ്ങൾ 3 പേരും അമ്മയുടെയും അച്ഛൻ്റെയും മക്കളാണ്, അല്ലാതെ വേറെ ആരുടെയും അല്ല
അപ്പോൾ രേവതി ചോദിക്കുക, പിന്നെ എന്താ സച്ചിയേട്ടാ അവരങ്ങനെ പറയുന്നത്? അതുപോലെ ഈ വേർതിരിവൊക്കെ കാണിക്കുന്നത്, അച്ഛൻ നിന്ന് സ്വത്ത് വീതം വയ്ക്കുമ്പോൾ 3 പേർക്കും തുല്യമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടും അമ്മ തീർത്ത് പറഞ്ഞു സച്ചിക്ക് ഞാൻ കൊടുക്കില്ല, അവൻ എൻ്റെ മോനല്ലെന്ന്. അതിനെന്താ സച്ചിയേട്ടാ കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പം സച്ചി പറയുന്നുണ്ട്, അതെ അതൊക്കെ ചില കാരണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞു വന്ന ഒരുപാട് വലിയ കഥയാണ് എന്ന് പറയാം. അപ്പം രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അത് പറ, ഞാൻ ഒരുപാട് നാളായി അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണത്, അതുകൊണ്ട് അത് പറയണമെന്ന് പറയണം. അപ്പോൾ അപ്പോഴേക്ക് സച്ചി പറയാണ് കേട്ടോ, അത് ഒരു പഴയ കാലത്തെ കഥയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വളരെ കുട്ടിയായിരുന്ന സമയത്തേ അമ്മ എന്നെ മകനല്ലാതെ കണ്ടതാണെന്ന് പറയാണ്. അതെന്താ കാര്യം എന്ന് രേവതി ചോദിക്കുമ്പോൾ പറയാം, ഞങ്ങൾ 3 ആൺമക്കൾ കഴിഞ്ഞ് അമ്മയ്ക്കും അച്ഛനും ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ആ പെൺകുട്ടിയോട് ഒരുപാട് സ്നേഹമായിരുന്നു. കാരണം 3 ആൺമക്കൾ കഴിഞ്ഞുണ്ടായ കുട്ടിയല്ലേ, അപ്പോൾ അതിനോട് ഒരുപാട് സ്നേഹം കാണിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ പെൺകുട്ടി മരിച്ചുപോയി. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി. അതാണ് എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ കാരണം എന്ന് പറയുമ്പോൾ രേവതി ചോദിക്കുക, അതിനെന്തിനാ സച്ചിയേട്ടനെ ഒറ്റപ്പെടുത്തുന്നത്? അത് സുധി മൂത്ത മകനല്ലായിരുന്നോ, സുധിയോടായിരുന്നു അമ്മയ്ക്ക് ഒരുപാട് സ്നേഹം. അങ്ങനെ സുധിയെ ഒരുപാട് സ്നേഹിച്ച് ഒരുപാട് ലാളിച്ച് വളർത്തിക്കൊണ്ട് വന്ന സമയത്താണ് ഈ പെൺകുട്ടി ഉണ്ടാകുന്നതും അതിനെ കൂടുതൽ ലാളിക്കുകയും സമയം ചെലവാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ സുധിക്ക് അങ്ങ് വല്ലാതാകുകയും സുധിക്ക് ആ പെൺകുട്ടിയോട് അസൂയ തോന്നുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം സുധി ആ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് ചെയ്തതെന്ന് പറയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആ റൂമിലേക്ക് കയറി വരുന്നത്. ഞാനത് കണ്ടുകൊണ്ട് വരികയാണ്. അച്ഛനും അതുപോലെ അച്ഛമ്മയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവരും കണ്ടു സുധി അത് ചെയ്യുന്നത്. അങ്ങനെ ആ പെൺകുട്ടി മരിച്ചുപോയി. അതേസമയം അമ്മ വന്ന് ഈ വിവരം അറിഞ്ഞ് ഇതാരാ ചെയ്തതെന്ന് ചോദിച്ചപ്പം കള്ളൻ സുധി പറയാണ്, ഇവനാണ്, ഈ സച്ചിയാണ് ഇത് ചെയ്തതെന്ന് പറയാണ്. അപ്പോൾ അമ്മ അത് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അമ്മ അതോടുകൂടി എന്നെ വെറുക്കാണ്. ഞാൻ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയതിൻ്റെ ദേഷ്യം മുഴുവൻ അമ്മ എന്നോട് തീർത്തു. അങ്ങനെ അച്ഛനോ അതുപോലെ അച്ഛമ്മയോ ഒന്നും ഇത് മാറ്റി പറയാനും നിന്നില്ല. പോലീസ് വന്നു, അന്വേഷണം ഉണ്ടായി. അതിനുശേഷം ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ എല്ലാവരുടെയും മുമ്പിൽ കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു ഞാനല്ല ചെയ്തതെന്ന്. എന്നിട്ടും എന്നെയാണ് പിടിച്ചത്, എന്നെയാണ് ജുനൈൽ ഹോമിൽ കൊണ്ടാക്കിയത്. അങ്ങനെ കുറേ വർഷം ഞാൻ അവിടെ കിടന്നു ആ ജയിലറയ്ക്കുള്ളിൽ. അതിനുശേഷമാണ് ഞാൻ അച്ഛമ്മയുടെ കൂടെ വന്നതും താമസിച്ചതും ഒക്കെ. അതുകൊണ്ടാണ് സുധിക്കും ശ്രീകാന്തനും കിട്ടാത്ത പരിഗണന എനിക്ക് കിട്ടാത്തതും അതുപോലെ എനിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റാതെ വന്നതും ഒക്കെ ഞാൻ ആ ജയിലറയിലായതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ആയത് അതുകൊണ്ട് മാത്രമാണ്. അപ്പം അമ്മ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് ഞാനാണ് ആ കുഞ്ഞിനെ കൊന്നതെന്നാണ്. അതുകൊണ്ട് അന്ന് മുതലേ അമ്മ എന്നെ വെറുക്കുകയാണ് ചെയ്തത്. അമ്മയുടെ കൂടെ നിന്ന് ജീവിക്കാൻ എന്നെ അനുവദിച്ചിട്ടേയില്ല. അച്ഛമ്മയുടെ കൂടെ നിന്നാണ് ഞാൻ വളർന്നത്. എന്നെ ഒരു കാലത്തും പരിഗണിച്ചിട്ടും സ്നേഹിച്ചിട്ടും ഒന്നുമില്ല. ഇതിനെല്ലാം കാരണം അവനാണ്, ആ സുധി. പലരോടും പലപ്പോഴും പറഞ്ഞിട്ട് ആരും അത് വിശ്വസിച്ചിട്ടില്ല. എന്നാൽ അച്ഛനോ അച്ഛമ്മയോ അത് തിരുത്തി പറയാൻ നിന്നിട്ടുമില്ല. എന്തിനാ വെറുതെ ഇനി സുധിയുടെ ജീവിതം കൂടി തകർക്കുന്നതെന്ന് ഓർത്തിട്ടായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാലും അമ്മ അത് വിശ്വസിക്കില്ലെന്ന് ഓർത്തിട്ടായിരിക്കും. ഞാൻ ഈ ഭാരമല്ല ഏറ്റെടുക്കുകയായിരുന്നു രേവതി. അതാ എൻ്റെ ജീവിതം ഇപ്പം ഇങ്ങനെ ആയി പോയതെന്നൊക്കെ പറയുകയാണ് സച്ചി. നമ്മുടെ ചന്ദ്ര കേൾക്കുകയും കൂടെ ചെയ്യാണ് കേട്ടോ ഈ സച്ചി എല്ലാം തുറന്നു പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ചന്ദ്രയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഞെട്ടലുണ്ടാവുകയാണ്. ഇത് സത്യമാണോ എന്നുള്ള രീതിയിൽ. പക്ഷേ ഒന്നും ചോദിക്കാനൊന്നും ചന്ദ്ര അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ രേവതി സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടൻ സാരില്ല, സച്ചിയേട്ടൻ ഇത് ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറയാണ്. എന്നെങ്കിലും അമ്മ ഈ കാര്യങ്ങൾ അറിയും, സച്ചിയേട്ടൻ്റെ നിരപരാധിത്വം തെളിയും, അതുവരെ ക്ഷമിക്കുക എന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഇതൊക്കെ ശീലമായി, ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ആരൊക്കെ എന്നെ കുത്തുവാക്ക് പറഞ്ഞാലും ആരൊക്കെ എന്നെ അവഗണിച്ചാലും അതൊന്നും പ്രശ്നമല്ല. സച്ചി ദേ ഇങ്ങനെയാണ്, ഞാൻ ഹാപ്പിയാണ്. ഞാൻ പക്ഷേ അമ്മയെ ഒരിക്കലും വെറുക്കുന്നില്ല. കാരണം അമ്മയുടെ മനസ്സിൽ കിടക്കുന്ന തെറ്റിദ്ധാരണ അതാണ് അങ്ങനെ ആക്കിയത്. എന്തായാലും ആരെങ്കിലും ആകട്ടെ, ഇനിയിപ്പോൾ സുധിയെ ശിക്ഷിച്ചാലും അതിൻ്റെ പരിഹാരമൊന്നും ആവില്ലല്ലോ ഞാൻ അനുഭവിച്ച ശിക്ഷ. അറിവില്ലാത്ത പ്രായത്തെ കിട്ടിയ ശിക്ഷ, അത് എന്നെ ഇങ്ങനെയൊക്കെ ആക്കി രേവതി, ഞാൻ ഇങ്ങനെയൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സെൻറ്റി അടിച്ച് കരയാണ് സച്ചി. അപ്പോൾ രേവതിയാണെ സച്ചിയെ നെഞ്ചോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല, സച്ചിയേട്ടനെ ആരും അവഗണിക്കില്ല, ഒരിക്കൽ എല്ലാ സത്യങ്ങളും പുറത്തു വരും, അന്ന് എല്ലാവരും സച്ചിയേട്ടനെ മനസ്സിലാക്കും. ഇപ്പോൾ കണ്ട അമ്മയല്ലായിരിക്കും അന്നേരം സച്ചിയേട്ടൻ്റെ മുന്നിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞ് രേവതി ആശ്വസിപ്പിക്കുക. ഇതൊക്കെ നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് കേൾക്കുകയാണ്. ചന്ദ്ര കേട്ട് കഴിയുമ്പം ചന്ദ്രയ്ക്ക് ഭയങ്കര വിഷമാവുക. ചന്ദ്ര ഞെട്ടിപ്പോവാണ് കേട്ടോ. ചന്ദ്ര അത്രയും നാളും വിശ്വസിച്ചിരുന്നത് സച്ചിയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നും അതിൻ്റെ പേരിലാണ് സച്ചിയെ ശിക്ഷിച്ചതെന്നും താൻ മാറ്റി നിർത്തിയതെന്നും
ഒക്കെയുള്ള കാര്യമാണ്. അതേസമയം സുധിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നും എന്നിട്ട് അവൻ കള്ളത്തരം പറഞ്ഞതാണെന്നും മനസ്സിലാക്കുകയാണ് ചന്ദ്ര. അപ്പം ചന്ദ്ര മനസ്സിൽ വിചാരിക്കുക, ദൈവമേ, ഞാൻ എന്ത് വലിയ തെറ്റാണ് എൻ്റെ കുഞ്ഞിനോട് ചെയ്തത്. സച്ചി അറിവില്ലാത്ത പ്രായത്തെ തൊട്ട് അവൻ ജയിലറകളിൽ കടന്നതും അച്ഛമ്മയുടെ കൂടെ നിന്നതും ഞാൻ അവനെ ഒഴിവാക്കിയതും എല്ലാം എത്രമാത്രം ദുഷ്ടത്തരമാണ്. അവൻ്റെ ആ കുഞ്ഞു മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും, എത്ര പ്രാവശ്യം എന്നെ ശപിച്ചിട്ടുണ്ടാവും. അവൻ പല പ്രാവശ്യം അന്ന് പറഞ്ഞതാ ഞാനല്ല ചെയ്തതെന്ന്. പക്ഷേ ഞാൻ സുധി പറഞ്ഞത് മാത്രമാണ് വിശ്വസിച്ചത്. അവനെ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പം ഇങ്ങനെ ഒരു കഥ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നോ? എന്നിട്ട് ഇത്രയും വർഷം ഇത് എന്നിൽ നിന്ന് മറച്ചു വെച്ചത് എന്തിനായിരിക്കും? അച്ചമ്മയും അതുപോലെ തന്നെ രവിയേട്ടനും എന്തിനായിരിക്കും ഇത് പറയാതിരുന്നത്? രവിയേട്ടൻ അന്ന് തന്നെ പറഞ്ഞുവിടായിരുന്നോ സുധിയാണിത് ചെയ്തതെന്ന്? വെറുതെ പാവം സച്ചി ഇത് അനുഭവിക്കില്ലായിരുന്നല്ലോ. ആ മനുഷ്യൻ എന്തുകൊണ്ടത് പറഞ്ഞില്ല? എനിക്കറിയണം ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് എന്നിൽ നിന്ന് ഇത് മറച്ചു വെച്ചതെന്നുള്ള കാര്യം. പാവം സച്ചി, ഞാൻ അവനെ എന്തുമാത്രം ഉപദ്രവിച്ചു, എന്തുമാത്രം വെറുത്തു. ഞാനിനി എവിടെ പോയി ആ പാപങ്ങളൊക്കെ കഴുകിക്കളയും? ഞാൻ സച്ചിയുടെ കാലിൽ വീണ് കരഞ്ഞാലും ഇതിനൊക്കെ ഒരു പരിഹാരമാവോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങ് പൊട്ടിക്കരയായിരുന്നു. എന്നിട്ട് ചന്ദ്ര നേരെ രവിയുടെ അടുത്തേക്ക് തന്നെ ചെല്ലാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, രവിയേട്ടാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ്. അപ്പം രവി ചോദിക്കുക, എന്താ ചന്ദ്രേ, എന്ത് കാര്യമാണ് നിനക്ക് ചോദിക്കാനുള്ളത്? ഇപ്പം വർഷങ്ങൾക്ക് മുമ്പുള്ള എന്ത് കാര്യത്തിന് പരിഹാരമാണ് നിനക്ക് അറിയേണ്ടത്? അതെ, സച്ചിയെക്കുറിച്ചിട്ടുള്ള ഒരു രഹസ്യമാണ് എനിക്ക് അറിയേണ്ടത്. സച്ചി എങ്ങനെയാണ് ജയിലിൽ പോയത്? സച്ചിയെ ഞാൻ വെറുക്കാനുണ്ടായ കാര്യം എന്താണെന്ന് രവിയേട്ടന് നന്നായിട്ടറിയാം. എന്തിനാണ് എന്നെ സച്ചിയിൽ നിന്ന് അകറ്റി നിർത്തിയത്? സച്ചിയല്ല ആ തെറ്റ് ചെയ്തതെന്ന് അറിഞ്ഞിട്ടും, സുധിയാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് രവിയേട്ടൻ ആ സത്യം എന്നോട് പറയാതിരുന്നത്? ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് പറയാതിരുന്നത്? അപ്പോൾ രവിക്ക് കാര്യം പിടികിട്ടുകയാണ് കേട്ടോ. ഇതെല്ലാം ചന്ദ്രയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഏകദേശം എല്ലാ കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു വച്ചിരിക്കുകയാണെന്നുള്ള കാര്യം രവിക്ക് മനസ്സിലാകുക. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, എന്താ ചന്ദ്രൻ നീ പറയുന്നത്? പഴയ ആ കാര്യത്തെക്കുറിച്ചാണോ? ഇപ്പം നിന്നോട് ഇതാരാ പറഞ്ഞത് ഈ സത്യങ്ങൾ? നീ എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞത്? ഇത്രയും വർഷം ഞാൻ മൂടി വെച്ച ഒരു സത്യമാണ്. സച്ചി പല പ്രാവശ്യം തുറന്നു പറഞ്ഞിട്ടും നീ വിശ്വസിക്കാതിരുന്ന സത്യം. ഇപ്പം നീ ഇതറിഞ്ഞത് എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, സച്ചിയുടെ വായിൽ നിന്ന് തന്നെയാണ് ഞാനിതറിഞ്ഞത്. അവൻ കരഞ്ഞുകൊണ്ട് രേവതിയോട് പറയുന്നത് കേട്ടു. അതിലൊരു കള്ളത്തരവും ഇല്ല. അവൻ പറയുന്നത് സത്യം തന്നെയാണ്. നിങ്ങളെല്ലാവരും കൂടി എന്നിൽ നിന്ന് അത് മറച്ചു വെച്ചതാണ്. അപ്പോൾ ഉടനെ പറയാണ് രവി, അതെ, ഞങ്ങളെല്ലാവരും കൂടെ നിന്നിൽ നിന്ന് അത് മറച്ചു വെച്ചത് തന്നെയാണ്. അന്ന് ഈ കൃത്യം ചെയ്തത് സുധി തന്നെയാണ്. അത് ഞാനും അമ്മയും ഒക്കെ കണ്ടതാ. പക്ഷേ സുധിയെ രക്ഷിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു അന്ന്. അപ്പോൾ അവസാന നിമിഷം സുധിയാണ് പറഞ്ഞത് സച്ചിയാണ് ചെയ്തതെന്ന്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ആ സത്യം സുധി വിളിച്ച് പറയുമ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? സച്ചിയല്ല സുധിയാണെന്ന് പറയണമായിരുന്നോ? നീയും വിശ്വസിച്ചു സച്ചിയാണെന്ന്. നീയും എല്ലാവർക്കും മൊഴി നൽകി സച്ചിയാണത് ചെയ്തതെന്ന്. എന്നിട്ട് പിന്നെയും ഞാൻ മാറ്റി പറയണമായിരുന്നോ? സുധിയുടെ ജീവിതം കൂടി ഇല്ലാതാക്കണമായിരുന്നോ? പിന്നീട് ഞാനത് പറഞ്ഞാലും നീ വിശ്വസിക്കില്ല. പിന്നെ സച്ചിയെ ശിക്ഷിക്കപ്പെട്ടു. പിന്നെ സുധിയെ കൂടി നീ വെറുക്കണമെന്ന് ഞാൻ കാണണമായിരുന്നോ? അതുകൊണ്ടാണ് ചന്ദ്രൻ ഞാനത് മറച്ചു വെച്ചത്. നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് സച്ചിയോട് മാപ്പ് പറയണം. അവനെല്ലാം അറിയായിരുന്നു. അവനെ ആരും വിശ്വസിച്ചില്ല. പാവം സച്ചി, നീ ഇപ്പോഴെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ചന്ദ്ര പറയാ, നിങ്ങൾ എന്നാലും ചെയ്തത് ദുഷ്ടത്തരമായിപ്പോയി. എത്ര വർഷങ്ങളാണ് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. ഞാൻ അവനോട് ചെന്ന് കാലിൽ വീണ് മാപ്പ് വഴയാൻ പോവുകയാണ്. എന്നാലും ഇതിനൊന്നും പരിഹാരമായില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ചന്ദ്ര ഓടിപ്പോയി സച്ചിയുടെ അടുത്ത് ചെല്ലുക. എന്നിട്ട് പറയാം, സച്ചി മോനെ മാപ്പ് എന്ന് പറഞ്ഞ് കൈ കൂപ്പിക്കൊണ്ട് ചെല്ലുകയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക. എന്താ ഇപ്പോൾ പെട്ടെന്ന് അമ്മ മാപ്പൊക്കെ പറഞ്ഞു വരുന്നത്? എന്തെങ്കിലും കോടാലിയാണോ എന്നോർത്ത്. അപ്പോൾ സച്ചി ചോദിക്കും, എന്തിനാ ഇപ്പം നിങ്ങൾ എന്നോട് മാപ്പ് പറയുന്നത്? ഇത്തിരി മുമ്പ് എന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞതല്ലേ, പിന്നെ ഇപ്പോൾ മാപ്പുമായിട്ട് വന്നിരിക്കുന്നത് എന്തിനാ? ഇപ്പം എൻ്റെ ഒരു മനംമാറ്റം. അപ്പോൾ പറയാണ് ചന്ദ്ര, അതെ, ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു മോനെ. നീ അല്ല അന്ന് ആ തെറ്റ് ചെയ്തത്, സുധിയാണെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു. നീ ഇവളോട് പറയുന്നത് ഞാൻ എല്ലാം കേട്ടു എന്ന് പറയാ. അപ്പോൾ സച്ചി ഞെട്ടിപ്പോവാണ്. അപ്പോൾ രവിയും പറയാ, ശരിയാ മോനെ, ആ സത്യങ്ങളെല്ലാം ഇവളറിഞ്ഞു. അന്ന് അച്ഛനും ഇതിനൊക്കെ ഒരു കാരണമായിട്ടുണ്ട്. നീ തെറ്റുകാരനല്ലാന്ന് തുറന്നു പറയാൻ അച്ഛനും മനസ്സ് വന്നില്ലെന്ന്. എല്ലാ കാര്യങ്ങളും കൈവിട്ട് പോയപ്പം ഞാനും അതെൻ്റെ മനസ്സിൽ അടക്കി പിടിച്ചു. ഞാനും നിന്നോട് ഞാൻ മാപ്പ് പറയാണ്, ഒരു 100 വട്ടം മാപ്പ് പറയാണ് മോനെ എന്ന് പറയാണ് രവിയും. അപ്പോൾ ഉടനെ ചന്ദ്രയും പറയാ, ശരിയാ, എന്നിൽ നിന്ന് ഇയാൾ മറച്ചു വെച്ചല്ല. അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇങ്ങനെ വെറുക്കില്ലായിരുന്നു. എൻ്റെ 2 മക്കളെ ഞാൻ ചേർത്ത് നിർത്തിയപ്പോൾ നിന്നെ ഞാൻ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തപ്പോൾ നിന്നെ ഞാൻ കണ്ട ഭാവം പോലും വച്ചില്ല, വെറുക്കുകയായിരുന്നു ചെയ്തതു. അത്രയ്ക്കൊരു ദുഷ്ട മനസ്സാണോ നിൻ്റെയെന്ന് ഞാൻ വിചാരിച്ച് ദിവസവും ഞാൻ നിന്നെ
എന്നെ വെറുക്കാനും മറക്കാനും തുടങ്ങുമായിരുന്നു സച്ചി. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. നിന്റെ പിഞ്ഞു മനസ്സിനെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചു. എന്നോട് നീ ക്ഷമിക്കണം, ഈ അമ്മയോട് നീ ക്ഷമിക്കണം. ആ കള്ളൻ സുധിയാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴും അവൻ പല കാര്യങ്ങളും പറഞ്ഞ് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. നിന്നെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരം അവൻ ഇപ്പോഴും മാറ്റുന്നില്ല. അന്നും അങ്ങനെ തന്നെയാണ് മോനെ സംഭവിച്ചു പോയത്. മോനെ സച്ചി, നീ എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞ് കൈ കൂപ്പി പിടിച്ചുകൊണ്ട് ചെല്ലുകയാണ് ചന്ദ്ര. എന്നിട്ട് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുക. അടുത്ത് ചെന്ന് സച്ചിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക. അപ്പോൾ സച്ചിയുടെ മനസ്സിലെ ആ മഞ്ഞു അങ്ങ് അലിയാണ് കേട്ടോ. അമ്മ ഇങ്ങനെ വന്ന് മാപ്പ് പറയും. അമ്മ എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ സച്ചിയെ അങ്ങോട്ട് ചെന്ന് ചന്ദ്രയെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചന്ദ്ര സച്ചിയുടെ നിരപരാധിത്വവും സത്യസന്ധതയും എല്ലാം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. സച്ചിയോട് താൻ ചെയ്ത തെറ്റിനൊക്കെ അങ്ങ് മാപ്പ് പറയുക. അപ്പോൾ ഇത് കാണുമ്പോൾ രേവതിയുടെ കണ്ണ് നിറഞ്ഞൊഴുകാണ് കേട്ടോ. അതുപോലെ നമ്മുടെ രവിയുടെ മനസ്സ് നിറഞ്ഞു തുളുമ്പുകയാണ്. കാരണം രവി ഒരു വലിയ തെറ്റ് തന്നെയാണ് ചെയ്തത്. അതും ചന്ദ്ര പറയുന്നുണ്ട്, രവിയോട് ദേഷ്യപ്പെടുന്നു ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ സച്ചിയെ ചന്ദ്ര മനസ്സിലാക്കുന്ന ഒരു സമയമൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി കിടുക്കൻ എപ്പിസോഡുകൾ വീണ്ടും വരാനിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്